എനിക്കിവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. എനിക്കിങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ചൊന്നും ശീലമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് മെൻ്റലി. ലൈക്ക് നമുക്കിപ്പം 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു എക്സാമിന് ഇപ്പോൾ മാർക്ക് കുറഞ്ഞാൽ വിഷമാവുക, കുറച്ച് പഠിക്കുമ്പോഴേക്കും വേഗം റിസൾട്ട് കിട്ടുക, അങ്ങനെയൊക്കെയാണ് 10ാം ക്ലാസ്സിൽ. ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ശരിക്കും ഇത് പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ, ചിലപ്പോൾ പഠിച്ചാലും കിട്ടൂല നമുക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും ഹാർഡ് വർക്ക് എന്താണെന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ വരാൻ വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു ആദ്യം. ഞാൻ ഷാർജയിലാണ് പഠിച്ചത്. അവിടെ ഇങ്ങനെ 10ാം ക്ലാസ് ഞാൻ അവിടെ അല്ലേ പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിലായാലും ഒരു എക്സ്പോഷറും ഇല്ല ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റിയൊന്നും. ആരും നമുക്കൊന്നും, ഞങ്ങൾ അവിടുത്തെ സ്കൂളിൽ, അവിടെ ഒരു സ്കൂളിലും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും എൻട്രൻസ് ടൈപ്പൊന്നും. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കുറച്ചുകൂടി നാട്ടിലാന്നുള്ളതിനോണ്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചിട്ടാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കണ്ടുപിടിച്ചിട്ട് ജോയിൻ ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആയിരുന്നു, ഞാൻ ഇപ്പോഴും അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇരുന്ന് പഠിക്കുന്ന ശീലമോ അല്ലെങ്കിൽ ഈ എൻട്രൻസ് പ്രിപ്പറേഷൻ കുറച്ചുകൂടി നേരത്തെ തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ, അത് എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു ഞാൻ അവിടെ. എൻ്റെ താത്ത ഇവിടെ ഇൻ്റഗ്രേറ്റഡിൽ തന്നെ പഠിച്ചതാണ്. അപ്പോൾ നല്ലോണം വർക്കൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ജസ്റ്റ് 3-4 മാർക്കിന് എന്തോ മിസ്സായി. അപ്പോൾ ഇവളെപ്പോഴും ഇങ്ങനെ ഞാൻ ലീവിനൊക്കെ പോകുമ്പം ഇവരെ ഇടയ്ക്ക് എനിക്കിങ്ങനെ ഓരോ ഉപദേശമൊക്കെ തരും. അപ്പം ഇങ്ങനെ എനിക്കിങ്ങനെ എപ്പോഴും തോന്നും എനിക്കിങ്ങനെ 3 മാർക്കിനൊന്നും ഇപ്പോൾ പോകരുതല്ലോ എന്ന് നമുക്കിങ്ങനെ തോന്നൂലേ. അങ്ങനെ അതുതന്നെയാണ് കാര്യമായിട്ടൊരു മോട്ടിവേഷൻ പഠിക്കാൻ. ഈ ജസ്റ്റ് മിസ്സാവുമോ എന്നുള്ളൊരു ടെൻഷൻ. കാരണം ഇവിടെ എന്തായാലും ഇപ്പോൾ ഇവിടെ പഠിച്ച സ്ഥിതിക്ക് കുറച്ച് മാർക്കൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് നമുക്ക് പ്രചോദനം. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനം അതന്നെ. ജസ്റ്റ് മിസ്സാവുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അതുമേലാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ വന്നിട്ട് നമുക്ക് നല്ല മുതലാക്കാൻ പറ്റിയൊരു ചാൻസായി 2 വർഷം ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സാധാ സ്കൂൾ പോലെ കണ്ടിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മളിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷം കൊണ്ട് സുഖമായിട്ട് കിട്ടിപ്പോകാൻ പറ്റും. അതൊക്കെ എനിക്ക് ശരിക്കും ഇപ്പോഴാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പഠിച്ചിട്ട് ഇപ്പോഴൊക്കെ നമുക്ക് തോന്നും ശരിക്കും ഇത് കിട്ടാൻ പറ്റിയൊരു ചാൻസ് തന്നെയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു ഇടയ്ക്ക് പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതെന്തായാലും പറയുകയും ചെയ്യാം. കാരണം ഇപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലൊക്കെ ഇതൊരു നല്ലൊരു എക്സ്പോഷർ തന്നെ നമുക്ക് തരും. ഫസ്റ്റിൽ തന്നെ +1 മുതൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ എന്തായാലും കിട്ടുന്നത് നല്ലതാണല്ലോ. നമ്മൾ വേറെ എന്തിനും ഇപ്പോൾ പോകാൻ നിന്നാലും. +1 ഞാൻ ചെറിയൊരു ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിച്ചത്. കുറച്ച് കുട്ടികളേ ഉള്ളൂ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ആൽജിബ്ര പഠിച്ച സമയത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ കറക്റ്റ് അങ്ങനെ ഇരുന്ന് പഠിക്കലൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പഠിക്കുന്നവരാരും അങ്ങനെ കണ്ടിട്ടുമില്ല വല്ലാണ്ട് ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ മൈക്രോ ബാച്ചും അങ്ങനത്തെ ഓരോ ഇതുണ്ടാക്കിയപ്പോൾ മറ്റവരൊക്കെ ഇരുന്ന് പഠിക്കാൻ നമ്മൾ കാണും. അപ്പോൾ എനിക്ക് +1 ശരിക്കും +1 +2 ആണ് ഇൻ്റഗ്രേറ്റഡ്. പക്ഷേ ഞാൻ +1 ഒക്കെ പകുതി അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ശരിക്കും എന്താണ് ഇൻ്റഗ്രേറ്റഡിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ +2ലാണ് ശരിക്കും ഒന്ന് ഇരുന്നിട്ട് ഇവിടുത്തെ സിസ്റ്റമൊക്കെ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി വന്നത് ഞാൻ. അത് കുറച്ചുകൂടി നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയ ശരിക്കും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടുത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നു. പിന്നെ മാർക്കും ലൈക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് എന്താണെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. എത്ര നല്ലോണം വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടെന്ന്. അപ്പോൾ നമ്മളും എന്തായാലും ഇവരെ കൂടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളും പഠിക്കും. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയതാണ് ഇവിടെ +2 വന്നപ്പോൾ. ഫസ്റ്റ് പറയേണ്ടത് തന്നെ ഇവിടുത്തെ റെഗുലറായിട്ടുള്ള സ്റ്റഡി അവറും കാര്യങ്ങളും തന്നെയാണ്. അതുതന്നെ മതി ശരിക്കും നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ മിഷൻ NCERTയും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. +2ൻ്റെ തുടക്ക സമയത്തായപ്പോൾ മിഷൻ NCERT എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ മൊത്തം പഠിക്കണം. എന്നിട്ട് അവിടുന്ന് ആ ചാപ്റ്ററിൻ്റെ ബയോളജി ചാപ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എവിടെ നിന്ന് അവർ ക്വസ്റ്റ്യൻ ഇടും, എങ്ങനെ അവർ ക്വസ്റ്റ്യൻ ഇടും. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുക, അതൊക്കെ ആ ഒരു എക്സ്പോഷറൊക്കെ നമുക്ക് ഇവിടെ വന്നാലാണ് കിട്ടുക. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റും തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഈ ക്വസ്റ്റ്യൻസൊക്കെ മറ്റു കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മളോട് ചോദിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റാൻ വേണ്ടി നമ്മൾ ആ ചാപ്റ്റേഴ്സൊക്കെ മൊത്തം, അപ്പോൾ മിഷൻ NCERT നടത്തിയ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ കറക്റ്റ് നോക്കി വെച്ച ചാപ്റ്റേഴ്സ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഓരോ ഇതുകളാണ്. പിന്നെ ഡെയിലി ഹണ്ട്. എനിക്കിവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. എനിക്കിങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ചൊന്നും ശീലമല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഇവിടെ എന്തായാലും നിർബന്ധ സ്റ്റഡി അവർ ഇരിക്കൽ 6 മണി മുതൽ 10:30 വരെയൊക്കെ എന്തായാലും ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കലായിരുന്നു എനിക്കൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ പക്ഷെ വന്നിട്ടിപ്പോൾ ഇവിടുത്തെ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഇവർ കറക്റ്റ് ഇരിക്കാൻ പറയും. പിന്നെ നമ്മൾ തന്നെ ക്ഷീണിച്ചിട്ട് നമുക്ക് തന്നെ ഇരിക്കാൻ തോന്നും സ്റ്റഡി അവർക്ക്.
ഞാനൊക്കെ വിചാരിച്ചു ഫസ്റ്റ് ഞാൻ ഇവിടെ ഇൻ്റഗ്രേറ്റഡിലാണല്ലോ, അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സ്ട്രെസ്സാന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞാൻ നിൽക്കുന്നത്. പക്ഷെ പിന്നെ ഇപ്പം ഞങ്ങൾ വേറെയും കുറേ സീനിയേഴ്സ് ഉണ്ടല്ലോ റിപ്പീറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ ഇവിടെ ഞങ്ങളെ ആസിഫ് സാറും നിയാസ് സാറും ഇവരൊക്കെ കാണാൻ വരുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറയും, ഒന്നുമല്ല റിപ്പീറ്റേഴ്സ് 10 ഇരട്ടി സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. നമ്മൾ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി. പിന്നെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആണ്, നമ്മൾ മാത്രം ഒരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് മെൻ്റലി. നമുക്കിപ്പം 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു എക്സാമിന് ഇപ്പോൾ മാർക്ക് കുറഞ്ഞാൽ വിഷമാവുക, അല്ലെങ്കിൽ കുറച്ച് മാത്രം പഠിച്ചാൽ കുറച്ച് പഠിക്കുമ്പോഴേക്കും വേഗം റിസൾട്ട് കിട്ടുക, അങ്ങനെയൊക്കെയാണ് 10ാം ക്ലാസ്സിൽ. ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ശരിക്കും ഇത് പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ, ചിലപ്പോൾ പഠിച്ചാലും കിട്ടൂല നമുക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും ഹാർഡ് വർക്ക് എന്താണെന്ന് മനസ്സിലായി. പിന്നെ അത് സുഖമായിട്ട് നമുക്കങ്ങനെ കിട്ടുമൊന്നുമില്ല. ശരിക്കും ഒരു കാര്യത്തിന് വേണ്ടി അത്രയും ആത്മാർത്ഥമായി വർക്ക് ചെയ്യാന്നുള്ളൊരു ഹാബിറ്റ് ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ വലുതായി നമ്മൾ എന്തിനു വേണ്ടിയിട്ടും ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹാർഡ് വർക്ക് ആണ് അൾട്ടിമേറ്റ് നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ എനിക്കിവിടെ വന്നതുകൊണ്ടായിരിക്കും.